അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദി റസൂലില്ലാഹ്. അങ്ങനെ പരിശുദ്ധ റമളാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവും പകലും ഒക്കെ നമ്മിലേക്ക് കടന്നു വരികയാണ് അല്ലേ. നമ്മൾ ഇന്ന് പിടിച്ച നോമ്പൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റാത്തവരുണ്ട്, അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ കാരുണ്യം കൊണ്ട് നോമ്പിൻ്റെ പ്രതിഫലവും അവർക്കും നമുക്കുമൊക്കെ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇത് പരിശുദ്ധമായ റഹ്മത്തിൻ്റെ പത്താണ് അല്ലേ. റമദാനിൽ നമ്മൾ പ്രത്യേകം ചൊല്ലേണ്ട 2 ദിക്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓരോന്ന് 3 തവണ ഒന്ന് ചൊല്ലിക്ക്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين. ഇന്ന് പ്രത്യേകിച്ച് നമ്മൾ സ്വഭാവലഹരിൽ പഠിച്ച ഒരു ദിക്റുണ്ട് അല്ലേ. അത് അള്ളാഹുവിൻ്റെ പ്രണയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ പഠിച്ചത്. റബ്ബുൽ ആലമീനായ പടച്ചോനെ പ്രണയിക്കാതെ ഏത് അമല് ചെയ്താലും അതിൻ്റെ സുഖം നമുക്ക് കിട്ടൂല. കൽബിൽ നിറഞ്ഞു നിൽക്കേണ്ടത് അള്ളാഹുവാണ് അല്ലേ. അതായത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമുക്കെല്ലാ സംഗതിയും ഒന്നുകൂടെ കിട്ടിയാൽ നന്നായിരിക്കും തോന്നും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളൊരു വീട് പണിതു കുറച്ച് നാൾ താമസിച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ നല്ല വീട് കിട്ടിയായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേനെ. നമുക്ക് മക്കളുണ്ടായി, കുറേ നാൾ കഴിയുമ്പോൾ മക്കളെ അനുസരണക്കേട് കാണിക്കുമ്പോൾ ഇച്ചിരി കൂടെ നല്ലൊരു കുട്ടീനെ കിട്ടിയായിരുന്നെങ്കിൽ നന്നായേനെ മനുഷ്യൻ്റെ മനസ്സിലുണ്ടാവും. ഇനി വേണ്ട ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ തന്നെ കുറേ നാൾ കഴിയുമ്പോൾ എന്ത് തോന്നും, എനിക്കിതിനേക്കാളൊക്കെ നല്ല ചെക്കൻ എന്നെ വന്ന് കണ്ടതാണ്, എന്നിട്ട് ഇതിനേക്കാളൊക്കെ നല്ല ചെക്കന്മാരെ എനിക്ക് കിട്ടിയാന് എന്നെ കൊണ്ടുപോയി കുഴി ചാടിച്ച് ഇല്ലേ. നമുക്ക് ഒന്നിനോട് തൃപ്തി തോന്നാതെ അടുത്തതിലേക്കൊരു ചാടാൻ തോന്നുന്നൊരു മെൻറ്റാലിറ്റി എല്ലാത്തിനും ഉണ്ടാവും. എന്നാൽ അങ്ങനെ ഇനി ഒന്നില്ലാത്ത വണ്ണം പൂർത്തീകരിച്ച് തരുന്ന ഒരേ ഒരു സംഗതിയുള്ളൂ, അത് അള്ളാഹു അക്ബറാണ്. എനിക്ക് ഏറ്റവും വലുത് അള്ളയാണ്. അള്ളാഹ് പറഞ്ഞ് വേർതിയിലുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഒരു നിറവിൻ്റെ നിർവൃതി എന്നോണം അള്ളാനെ കൽബിലേക്ക് കയറ്റണം. റബ്ബുൽ ആലമീൻ്റെ അർശായി നമ്മുടെ കൽബ് മാറണം. ഇപ്പോൾ ഈ നോമ്പൊക്കെ പിടിച്ചിട്ട് പടച്ചോനെ നമ്മളെ പട്ടിണിക്ക് ഇട്ടിട്ട് എന്തേ വലിയ രസമുണ്ടോ? അള്ളാഹ്ക്ക് ഇതിങ്ങനെ ആസ്വദിക്കാനായിട്ട് വലിയ ഇഷ്ടമുണ്ടോ? നമ്മളിങ്ങനെ പട്ടിണി കിടന്നിട്ട് എന്തൊരു ചൂടാണല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഇടങ്ങേറായിട്ട് അള്ളാഹ്ക്ക് എന്താ? ഇത് അതിനൊന്നുമല്ല, നിങ്ങളെ പട്ടിണിക്ക് കിടത്താനല്ല, നിങ്ങളെ മെരുക്കിയെടുക്കാനാണ്, അള്ളാഹുവിനെ തൃപ്തിപ്പെടുന്ന അടിമയാക്കി മാറ്റാനാണ്. അതുകൊണ്ടാണ് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി മാറാൻ വേണ്ടിയാണ് അള്ളാഹു റമളാൻ തന്നതെന്ന് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് മനസ്സറിഞ്ഞൊരു 33 തവണ ഈ പരിശുദ്ധമായ റഹ്മത്തിൻ്റെ പത്തിൽ അള്ളാൻ്റെ കാരുണ്യം കിട്ടാൻ ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവും കടന്നു വരുന്ന പകലുമൊക്കെ മനോഹരമായി അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനായി നമുക്ക് കൈനീട്ടാൻ പറ്റുന്ന സമയങ്ങളാണ്. അപ്പോൾ ആ നിയ്യത്ത് വെച്ച് തന്നെ മനസ്സറിഞ്ഞൊന്ന് വിളിച്ച് യാ അർഹമർ റാഹിമീൻ, 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 يا أرحم الراحمين، 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 يا أرحم الراحمين. അള്ളാനെ പ്രണയിക്കുന്നവൻ്റെ കൽബിൽ
ഈ ദിക്ർ ചൊല്ലുമ്പോൾ വല്ലാത്തൊരനുഭൂതി. എൻ്റെ കാമുകിയുടെ പേര് പറയുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു ഫീലുണ്ട് ഇല്ലേ? ഒരു പ്രണയത്തിൻ്റെ മനോഹരമായ മേഖല. അല്ലാ എന്ന് പറയുമ്പോൾ നമ്മുടെ കൽബ് ഇങ്ങനെ തിളങ്ങണം, വല്ലാതെ പ്രകാശിക്കണം. എൻ്റെ റബ്ബ്, എൻ്റെ നാഥൻ, ആ ബോധ്യത്തിലേക്ക് എത്തണം. ആ ബോധ്യത്തിലേക്ക് നമ്മളെ സഹായിക്കുന്ന അള്ളാഹുവിലേക്കുള്ള നമ്മുടെ വസീല ആരാണ്? അഷ്റഫുൽ ഖൽഖായ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളില്ലാതെ, അവിടുത്തെ മദ്ഹില്ലാതെ, അവിടുത്തെ സ്വലാത്തില്ലാതെ അല്ലാഹനെ കിട്ടില്ല, അല്ലാഹനെ ആസ്വദിക്കാൻ പറ്റില്ല. ഹബീബേ ഖുദാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ ഹബീബായ തങ്ങളുടെ ഏറ്റവും മനോഹരമായ ഹബീബായ തങ്ങൾ നമ്മളെ തിരുനോട്ടം കൊണ്ട് അനുഗ്രഹിക്കുന്ന ഒരു രാവും പകലും ഒക്കെ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ധാരാളം സ്വലാത്തുകൾ ചൊല്ലണം, മുത്തുനബിയുടെ മദ്ഹ് ചൊല്ലണം. വേണ്ടേ? അഹ്മദുല്ലാഹൽ വലി സ്വലാ അലാ ഖൈരിൻ നബി ബിസ്മി ഖൈരിൻ മുൻജലിയ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് توبة طلبت منك يا شفيع المذنبين ثوبي طاهر عن سواك يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله جد لي عبد مفلس من انسداد المذهب حب حب بحبوح يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله خفت من نفسي هلاكا قبل عرفاني مبين ذا العدا مجلي الصدايا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله ذقت ذكراه أذيقنا ذكرى حق يا نبي ربنا يذيقنا ما ذقت يا خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله اللهم صل على النور وأهله 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 اللهم صل على النور وأهله
വഅഹ്ലിഹി അല്ലാഹുമ്മ സല്ലി അലന്നൂരി വഅഹ്ലിഹി അല്ലാഹുമ്മ സല്ലി അലന്നൂരി വഅഹ്ലിഹി. ഹബീബായ താജ്ദാരെ മദീന സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടം കൊണ്ട് ഈ സദസ്സിനെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ അനുഷ്ഠിച്ച നോമ്പുകൾ, നിസ്കാരങ്ങൾ, പടച്ചവനെ ഞങ്ങൾ കൊടുത്ത സ്വതക്കകൾ ഈ റിലീഫ് പദ്ധതിയിലേക്ക് സ്വതക്ക ചെയ്ത് ഈ പരിശുദ്ധ രാവിനെ ധന്യമാക്കിയവർ, യാ റബ്ബനാ, പാവപ്പെട്ടവരെ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിച്ചവർ, അവരെ നീ ചേർത്ത് പിടിക്കണേ അല്ലാഹ്. മനസ്സിലുള്ള മുറാദുകളെല്ലാം നീ ഹാസുലാക്കണേ അല്ലാഹ്. ഏത് പ്രയാസവും മാറ്റിത്തരുന്ന ദിക്ർ. ഏതായാലും റമദാൻ മാസം പാപം പൊറുക്കാനുള്ള മാസമാണ് അല്ലേ? അതുകൊണ്ട് തന്നെ റമദാനിൽ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ടത് ഇസ്തിഗ്ഫാർ തന്നെയാണ് അല്ലേ? വഖുൽ തസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ. അള്ളാഹു മക്കളെ തരും, മഴ തരും, മക്കളെ നന്നാക്കും, സമ്പത്ത് തരും, എല്ലാത്തിനും ഇസ്തിഗ്ഫാർ മതി. പക്ഷെ ഇതിനൊന്നും ആകരുത് ചൊല്ലേണ്ടത് പാപം പുറത്ത് കിട്ടണം എന്നുള്ള നിയത്തിലാണ്. 33 തവണ ചൊല്ലിക്ക് അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, أستغفر الله العظيم، 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 أستغفر الله العظيم. أشرق البدر علينا فاختفت منه البدور مثل حسنك ما رأينا قد يا وجه سروري صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صلي وسلم أنت شمس أنت بدر أنت نور على نوري أنت مصباح ثريا يا حبيبي يا رسول صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صلي وسلم. പ്രത്യേകിച്ച് റമളാൻ മാസത്തിൽ നമ്മൾ അള്ളാഹുവിനെ ഇങ്ങനെ തസ്ബീഹ് ചെയ്യാൻ അള്ളാഹു ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? ഒരു തസ്ബീഹ് ചൊല്ലുമ്പോൾ സ്വർഗത്തിൽ ഒരു മരം നടുകയാണ് നമുക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ റമളാൻ കഴിയുമ്പോഴത്തേക്ക് സ്വർഗത്തിൽ നല്ല കിടിലൻ തോട്ടം വാങ്ങി വെക്കണം. എന്നിട്ട് റയ്യാനിലൂടെ അങ്ങ് കടന്നു പോകണം. അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ചൊല്ലിക്ക് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്
സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിhi സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിhi അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിhi സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിhi അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിhi സുബ്ഹാനല്ലാഹിൽ അദീം وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله യാ റബ്ബനാ ഞങ്ങൾ ചൊല്ലിയ തസ്ബീഹിന്റെ ബറക്കത്ത് കൊണ്ട് തഹ്ലീലിന്റെ ബറക്കത്ത് കൊണ്ട് ഇസ്തിഗ്ഫാറിന്റെ ബറക്കത്ത് കൊണ്ട് നിന്റെ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ നോമ്പ് നീ സ്വീകരിക്കണേ അല്ലാഹ് തറാവീഹ് സ്വീകരിക്കണേ അല്ലാഹ് വിത്ർ സ്വീകരിക്കണേ അല്ലാഹ് റിലീഫ് പദ്ധതിയിലേക്ക് ഞങ്ങൾ നൽകിയ ഹദിയകൾ സ്വീകരിക്കണേ അല്ലാഹ് ന്യൂനതകൾ ഒരുപാടുണ്ട് പടച്ചവനെ പ്രതീക്ഷ മുഴുവൻ നിന്റെ കാരുണ്യത്തിലാണ് അല്ലാഹ് നിന്റെ കാരുണ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനേ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. പിന്നെ പരിശുദ്ധമായ ഈ റമദാനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നേടിയെടുക്കേണ്ടത് എന്താ? അള്ളാഹുവിൻ്റെ അദാബിൽ നിന്നുള്ള കാവലാണ് ഇല്ലേ? റമദാൻ കിട്ടിയിട്ടും ഒരാൾക്ക് അള്ളാഹിന്റെ പാപമോചനം കിട്ടിയില്ലെങ്കിൽ അവൻ നശിച്ചു പോട്ടെ എന്നല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അള്ളാഹിന്റെ ശിക്ഷയിൽ നിന്നൊക്കെ കാവൽ ലഭിക്കാൻ അവന്റെ കാരുണ്യം ലഭിക്കാനും മനോഹരമായ ഒരു ദുആ ഉണ്ട്. അത് നമ്മൾ ആമന റസൂലിൽ ഓതുന്ന ഒരു ദുആയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു 3 തവണ ചൊല്ലിക്കേ. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ റബ്ബനാ വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലൽ ലദീന മിൻ ഖബ്ലിനാ ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إسرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إسرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين
യാ റബ്ബനാ പുണ്യ റമളാൻ ലഭിച്ചുവെങ്കിലും ഖൽബിൽ ഈമാനില്ല റബ്ബേ, ഒരുപാട് പാപങ്ങൾ സംഭവിച്ചു പോയി അല്ലാ, നീ മാപ്പ് ചെയ്തു തരണേ തമ്പുരാനെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ കരുണക്കടലായ റബ്ബ് പൂർത്തീകരിക്കുമാറാകട്ടെ. മനസ്സറിഞ്ഞ ആമീൻ പറയാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മുതൽ നമ്മുടെ ഈ രാത്രി മജ്‌ലിസുകൾ വൈകുന്നേരം കൃത്യം 5:30 ഏതായാലും രാവ് കണക്കാക്കിയിട്ട് അസറിന് ശേഷം നമുക്ക് അങ്ങനെ ദ്വാരക്കാൻ പറ്റും. അപ്പോൾ ലൈവിൽ പങ്കെടുക്കാൻ പറ്റുന്നവരൊക്കെ പങ്കെടുക്കുക. ഇല്ലെങ്കിൽ രാത്രിയാണെങ്കിൽ ആ മജ്‌ലിസിൽ പങ്കെടുത്ത് മുഴുവൻ ദുആകളും ചൊല്ലി അന്നത്തെ ദിവസം ഹൈറാക്കിക്കോളണം. ഒഴിവാക്കുന്നൊരു പരിപാടി ഉണ്ടാകാൻ പാടില്ല കേട്ടോ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമുർ റഹീമായ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ്, ഈ സദസ്സ് നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഇതിന്റെ മിസ്ൽ സവാബ് ഹബീബേ ഖുദാ സയ്യിദുൽ കായിനാത്തി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അവിടുന്ന് കണ്ട് സന്തോഷിക്കുന്ന സദസ്സാക്കണേ അല്ലാഹ്. അവിടുത്തെ സാന്നിധ്യം നൽകണേ അല്ലാഹ്. തിരുനോട്ടം നൽകണേ അല്ലാഹ്. ഹബീബിന്റെ പൊരുത്തം നൽകണേ അല്ലാഹ്. ആ തിരുകരം കൊണ്ട് ഹൗദുൽ കൗസർ കുടിക്കാൻ ഒരു യോഗ്യതയില്ലെങ്കിലും കൊതിയാണ് അല്ലാഹ്. ഭാഗ്യം നൽകണേ അല്ലാഹ്. ആ പുഞ്ചിരിക്കുന്ന പൂമുഖം കാണാൻ അതൊന്ന് ചോദിക്കാനുള്ള യോഗ്യത പോലും ഞങ്ങൾക്കില്ല റബ്ബേ. എന്നാലും നിന്റെ കാരുണ്യം കൊണ്ട് കാരുണ്യത്തിന്റെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ആ പുഞ്ചിരിക്കുന്ന പൂമുഖം കാണാതെ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ, സന്താനങ്ങൾ, സഹോദരങ്ങൾ, പടച്ചവനെ ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ, പ്രത്യേകിച്ച് സ്വബാഹുൽ ഖൈർ കുടുംബത്തിലുള്ളവർ എല്ലാവരുടെയും ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാഹ്. സമാധാനം നൽകണേ അല്ലാഹ്. ഖബറിൽ വല്ല അദാബുണ്ടെങ്കിലും നീ ദൂരീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല, പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാഹ്. ഈമാൻ സലാമത്താക്കണേ അല്ലാഹ്. ഖൽബിൽ ഒരുപാട് മുറാദുകളുണ്ട് റബ്ബേ. ഒരുപാട് മുറാദുകളും കൊണ്ട് ഈ സദസ്സിൽ വന്നവരാണ് അല്ലാഹ്. നീ ഞങ്ങളെ ഖബൂൽ ചെയ്യണേ തമ്പുരാനെ. നീ ഞങ്ങളെ ഖായിബാക്കല്ലേ അല്ലാഹ്. നീ ഞങ്ങളെ ചഴയല്ലേ അല്ലാഹ്. നിന്റെ കാരുണ്യമല്ലാതെ ഞങ്ങളിലില്ല അല്ലാഹ്. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒരുപാട് പാപങ്ങൾ ചെയ്തവരാണ് അല്ലാഹ്. എല്ലാ പാപങ്ങളും നീ പൊറുക്കണേ അല്ലാഹ്. നിന്റെ മുന്നിലല്ലാതെ കൈനീട്ടാൻ ഒരിടമില്ല അല്ലാഹ്. മറ്റൊരുത്തന്റെ മുമ്പിൽ കൈനീട്ടേണ്ട ഒരു ഗതികേട് നൽകല്ലേ അല്ലാഹ്. ഇസ്സത്ത് നൽകണേ അല്ലാഹ്. തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. കടബാധ്യതകൾ ഏറ്റെടുക്കണേ അല്ലാഹ്. നാണം കെടേണ്ട ഒരവസ്ഥയിൽ നിന്ന് കാവൽ നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവരുണ്ട്, സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കണേ അല്ലാഹ്. ഗർഭിണികളുണ്ട്, സുഖപ്രസവം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ പൊന്നുമക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. എല്ലാ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും ഉന്നത വിജയം നൽകണേ തമ്പുരാനെ. യാ അല്ലാഹു യാ അല്ലാഹ്. കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, സിഹറുകൾ കണ്ണേറുകൾ ബാത്തുലാക്കണേ അല്ലാഹ്. ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിന്റെയും പകലിന്റെയും ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മനസ്സിലുള്ള ടെൻഷനുകൾ അകറ്റണേ അല്ലാഹ്. സങ്കടങ്ങൾ അകറ്റണേ അല്ലാഹ്. വേദനകൾ അകറ്റണേ അല്ലാഹ്. ഒരുപാട് രോഗികളുണ്ട്, പരിപൂർണ ശിഫ നൽകണേ അല്ലാഹ്. മാരക രോഗങ്ങൾ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാഹ്. നിന്റെ പരീക്ഷണങ്ങൾ താങ്ങാൻ ഞങ്ങൾക്ക് കരുത്തില്ല അല്ലാഹ്. കരുണക്കടലായ റബ്ബേ, കാരുണ്യവാനായ റബ്ബേ, യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ. ന്യൂനതകളേറെയുള്ള നോമ്പാണ് ഞങ്ങളുടേത്. നിന്റെ കാരുണ്യം കൊണ്ട് സ്വീകരിക്കണേ അല്ലാഹ്. നിസ്കാരമെന്ന് പോലും പറയാൻ പറ്റാത്ത നിസ്കാരമാണ് ഞങ്ങളുടേത്. നിന്റെ കാരുണ്യം കൊണ്ട് സ്വീകരിക്കണേ അല്ലാഹ്. നിന്റെ കരുണ നൽകണേ അല്ലാഹ്. പടച്ചവനെ, നിന്റെ ഹബീബിന്റെ നൂറ് ആസ്വദിക്കാൻ
ലഭിക്കാൻ, കുടുംബസമേതം സ്വർഗീയ ലോകത്ത് ഒരുമിക്കാൻ, നരകത്തിൽ നിന്ന് സുരക്ഷ ലഭിക്കാൻ നിന്റെ ഔദാര്യം കൊണ്ട്, നിന്റെ ഹബീബിന്റെ ബറക്കത്ത് കൊണ്ട് തൗഫീഖ് നൽകണേ അല്ലാഹ്. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ സദസ്സ് എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കണം കേട്ടോ. നമുക്ക് അടിപൊളിയാക്കണം. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. വസ്സലാമു അലൈക്കും.